പ്രൊജക്ഷൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. ഡ്രോ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ ഇൻ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിലാണ് വരയ്ക്കേണ്ടത് ഓഫ് ദി ഗിവൺ ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ ഫ്രണ്ട് വ്യൂ ഈ ഡയറക്ഷനിൽ നോക്കുന്നു, സൈഡ് വ്യൂ ഡയറക്ഷനിൽ നോക്കുന്നു, ടോപ്പ് വ്യൂ. അപ്പോൾ ഫ്രണ്ട് വ്യൂ ഇങ്ങനെ നോക്കുന്നു, ഒബ്ജക്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡാണ് വരയ്ക്കേണ്ടത്. അതായത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആയതുകൊണ്ട് ഫ്രണ്ട് വ്യൂ വരച്ചതിൻ്റെ റൈറ്റ് സൈഡിൽ ഈ ഒബ്ജക്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് വ്യൂ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റെഫറൻസ് ലൈനും നമ്മൾ ഫ്രണ്ട് വ്യൂയിലൂടെ ഈ ഒബ്ജക്റ്റിനെ ഐസോമെട്രിക് വ്യൂയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന സർഫസ് എന്ന് പറയുന്നത് ഈ സർഫസ് നമുക്ക് കാണാൻ പറ്റും. ശരിയല്ലേ? ഇത്രയും സർഫസ് കാണാൻ പറ്റും. ഈ സർഫസും നമുക്ക് വളരെ വ്യക്തമാണ്, ഇത്രയും സർഫസും നമുക്ക് വളരെ വ്യക്തമാണ്. ശരിയല്ലേ? ഇത്രയും സർഫസാണ് നമുക്കിതിൻ്റെ ഫ്രണ്ട് വ്യൂയിലൂടെ നോക്കിയാൽ കാണാൻ പറ്റുന്നത്. നമുക്കത് എവിടെ വരയ്ക്കാം? റെഫറൻസ് ലൈൻ്റെ മുകളിൽ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്? 60 ഉണ്ട്. നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. ഇത് മുതൽ ഇതുവരെ 60 ഉണ്ട്. ഓക്കെ, ദെൻ ഇവിടെ മുതൽ ഇതുവരെ എത്രയുണ്ട്? 40 ഉണ്ട്. അതിൻ്റെ ഹൈറ്റ് 40 ആണ്. നമ്മളത് മാർക്ക് ചെയ്തു. ദെൻ ഇത് മുതൽ ഇതുവരെ എത്രയാണ്? 10 ആണ്. ആ 10 നമ്മൾ മാർക്ക് ചെയ്തു. നമുക്ക് നോക്കിയേ, ഇത് ഇത്രയും വരയ്ക്കാനായിട്ട് ഈ പോർഷൻ കാണാം, ഈ പോർഷൻ കാണാം, ഇത്രയും പോർഷനും കറക്റ്റാണ് കാണാം. അതായത് ഇതിവിടെ വേണമെങ്കിൽ നമുക്ക് 40 ആയിട്ട് തന്നെ വരയ്ക്കാം. കണ്ടോ? ഈ പോർഷനും നമുക്കിവിടെ 40 ആയിട്ട് തന്നെ വരയ്ക്കാം. കാര്യം എന്താ? ഈ 40ൽ ഇവിടെ ഒരു 10 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ പോയിൻ്റായി. ദെൻ ഈ പോർഷൻ ഇതിൻ്റെ മുകളിലൊരു 10 ആണ്, അത് നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, ദെൻ ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ ടോട്ടൽ 40 ആയില്ലേ? ശരിയല്ലേ? നമുക്കിതാദ്യം ക്ലോസ് ചെയ്യാം. ഇത്രയും പോർഷനായി കഴിഞ്ഞു. ഇനി അടുത്ത് ഈ പോർഷനാണ്. ഈ പോർഷനായി കഴിഞ്ഞു. ശരിയല്ലേ? ഇനി അടുത്ത ഈ പോർഷനാണ് വരയ്ക്കേണ്ടത്. ഇവിടെ നിന്നൊരു 10 എടുത്തതിന് ശേഷം ഒരു സ്റ്റെപ്പ് ചെയ്തതിന് ശേഷമാണ് ആ പോർഷനിലേക്ക് വരുന്നത് അല്ലേ? 10 എടുത്തു. ഇവിടുത്തെ സ്റ്റെപ്പ് എത്രയാണ്? അതും 10 mm ആണ്. ദെൻ ഇത്രയാണല്ലോ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ കാണുന്നത്, ഈ പോർഷൻ, ദെൻ ഈ പോർഷൻ, ദെൻ ഇത്രയും പോർഷൻ. ഓക്കെ, ഇനി ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഇല്ലേ, ഒരു സ്ലോട്ട് ഓപ്പണിംഗ് ഇല്ലേ, അത് നമ്മളിവിടെ കാണിക്കേണ്ട ഈ വ്യൂവിനകത്ത്. അതായത് 10 mm താഴോട്ട് എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഉള്ളതായിട്ട് നമ്മൾ ഡോട്ടഡ് ലൈൻ കൊടുക്കുക, ഹിഡൻ ലൈൻ. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ഇത്ര തന്നെയാണല്ലോ അതിൻ്റെ ഫ്രണ്ട് വ്യൂ. ഇനി നമ്മൾ ഏതാ വരയ്ക്കേണ്ടത്? അതിൻ്റെ ടോപ്പ് വ്യൂ. അതിൻ്റെ ടോപ്പ് വ്യൂ നോക്കുമ്പോൾ, മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ, ഈ പോർഷൻ നമുക്ക് കാണാം, ഈ സർഫസ് നമുക്ക് കാണാം, ഈ സർഫസ് കാണാം, ഇത്രയും സർഫസ് കാണാം, ഈ സർഫസ് കാണാം. അതുപോലെ തന്നെ ഈ സർഫസ് നമുക്ക് വളരെ വ്യക്തമാണ്, ഈ സർഫസും നമുക്ക് വളരെ വ്യക്തമാണ്. ശരിയല്ലേ? ഇത്രയും സർഫസല്ലേ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ടോപ്പ് വ്യൂ നോക്കുമ്പോൾ. ഓക്കെ, അത് വരയ്ക്കാനായിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ അതിൻ്റെ ഫ്രണ്ട് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്യുന്നു, താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഈ 10 നമുക്ക് വേണമെങ്കിൽ താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു. ഇനി നമുക്കിതിൻ്റെ ടോപ്പ് വ്യൂ വരയ്ക്കാനായിട്ട് ഇവിടെ മുതൽ ഇതുവരെ എത്രയുണ്ട്? 60 ഉണ്ട്. നമ്മൾ മാർക്ക് ചെയ്തതിനകത്തുണ്ട്. ദെൻ ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്? നോക്കിയേ, 10, 30, 10 + 30 40, 40 + 10 50 ഉണ്ട് അല്ലേ? 50 നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഈ രണ്ട് പോർഷനിൽ നമുക്ക് 50 മാർക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ മുതൽ ഇതുവരെ 10 ഉണ്ട്, 30 ഉണ്ട്, 10 ഉണ്ട്. അത് നമുക്കിവിടെ മാർക്ക് ചെയ്ത് പോവാം. 10, 10. ഇത് മുതൽ ഇതുവരെയും ഇതുമാണ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തത്. ഓക്കെ,
നമ്മളിവിടെയും കൂടി ആ 50 മാർക്ക് ചെയ്യുന്നു. ദെൻ ഈ പോർഷൻ നമ്മൾ ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തു. ഇവിടെയും ഈ പറയുന്ന പോലെ തന്നെ 10, ഇവിടെയും 10, 60 ആണ്. അപ്പോൾ ഇവിടെ എത്ര ഉണ്ട്? 40 ഉണ്ട് അല്ലേ? അത് നമ്മൾ മാർക്ക് ചെയ്തു. അത് 40 അവിടെ ഉണ്ട്. ശരിയല്ലേ? ഇനി ഇതിൻ്റെ ടോപ്പ് വ്യൂ നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. ഈ പോർഷനായി ഇതായി. ഓക്കെ, ദെൻ ഈ പോർഷനായി. ഇനി അടുത്ത ഈ 2 പോർഷനാണ് നമുക്ക് വേണ്ടത്. ഇതായി ഈ 3 പോയിൻ്റായി. ഓക്കെ, ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പോർഷൻ ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്? 20 ആണല്ലേ? 20 ആണ്. ഈ സർഫസായി, ദെൻ ലാസ്റ്റ് ഈ സർഫസായി. മനസ്സിലായോ? ഇത്ര തന്നെയാണല്ലോ അതിൻ്റെ പ്ലാൻ, അതിൻ്റെ ടോപ്പ് വ്യൂ. ഓക്കെ, ഇവിടെ നമുക്ക് ഹിഡൻ ലൈൻ ഒന്നും മാർക്ക് ചെയ്യാനില്ല, താഴെ വേറെ സ്ലോട്ടൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. ഇനി വരയ്ക്കേണ്ടത് ഈ സൈഡ് വ്യൂ ആണ്. ഇത് ഈ ഒബ്ജക്റ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡാണ്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആയതുകൊണ്ട് ഫ്രണ്ട് വ്യൂവിൻ്റെ റൈറ്റ് സൈഡിൽ വരയ്ക്കുന്നു. ഓക്കെ, ഇതിൻ്റെ സൈഡ് വ്യൂ നോക്കുമ്പോൾ നോക്കിയേ. ഇതിൻ്റെ സൈഡ് വ്യൂ നോക്കുമ്പോൾ നമുക്ക് ഇത്രയും സർഫസ് വ്യക്തമാണ്. ശരിയല്ലേ? ഈ സർഫസ് മൊത്തം വ്യക്തമാണ്. ഇനി അതുപോലെ ഇത്രയും സർഫസും നമുക്ക് കാണാൻ കഴിയും. ശരിയല്ലേ? സൈഡ് വ്യൂയിലൂടെ നോക്കുമ്പോൾ. ഓക്കെ, അത് നമ്മൾ എവിടെ വരയ്ക്കുന്നു? ഫ്രണ്ട് വ്യൂ വരച്ചതിൻ്റെ റൈറ്റ് സൈഡിലാണ് ഈ ഒബ്ജക്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് വരയ്ക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഫ്രണ്ട് വ്യൂ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഓക്കെ, ഇത് മുതൽ ഇതുവരെ 40 ഉണ്ട്. ആ 40 തന്നെയാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ദെൻ ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്? 30, 40 + 50 ഉണ്ട്. ആ 50 നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഇവിടെ നിന്ന് ഇതുവരെ 10 ഉണ്ട്. 10 നമ്മൾ മാർക്ക് ചെയ്യുന്നു. ആ 10 താഴേക്ക് ഒരു 20 ആണ്. ഓക്കെ, ദെൻ ഇവിടെ നിന്ന് ഇതുവരെ എത്രയുണ്ട്? 20 ഉണ്ട്. ദെൻ ഇവിടെ നിന്ന് ഇതുവരെ 10 ഉണ്ട്. ഇവിടെ നിന്ന് ഇതുവരെ ബാക്കി 20 ഉണ്ട്. ഇത്രയും സർഫസായി കഴിഞ്ഞില്ലേ? നോക്കിയേ, ഇത്രയും സർഫസായി കഴിഞ്ഞു. ഇനി ഏതാ നമുക്ക് കാണാൻ പറ്റുന്ന വ്യൂസ്? ഇതല്ലേ ഉള്ളൂ. ഇവിടെ നിന്നൊരു 10 എടുക്കുക. നമ്മൾ ഇവിടെ നിന്നൊരു 10 എടുക്കുക, താഴേക്ക് ഒരു 10 എടുക്കുക, അപ്പോൾ ഫില്ല് ചെയ്യുക. നമ്മൾ ഇവിടെ നിന്നൊരു 10 എടുത്തു, താഴേക്ക് വീണ്ടും ഒരു 10 എടുത്തു. ആ 10 എന്ത് ചെയ്യുക? ഡയറക്റ്റ് ഇതിലേക്ക് വരയ്ക്കുക. അടുത്ത കാണുന്ന പോർഷൻ എന്ന് പറയുന്നത് ഇതല്ലേ? ഇത്രയും സർഫസ് അല്ലേ കാണുന്നത്? ഇത് ബ്ലാങ്ക് അല്ലേ? ഓക്കെ, ഇനി നമ്മൾ സൈഡ് വ്യൂയിലൂടെ നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സ്ലോട്ട് ഇല്ലേ? അത് നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക? ഇവിടെ ഒരു ഹിഡൻ ലൈൻ മാർക്ക് ചെയ്യുക. ഇത്ര തന്നെയാണല്ലോ അതിൻ്റെ സൈഡ് വ്യൂ. ഇത്രയും സർഫസ് എന്ന് പറയുന്നതാണ്ടേ. ഓക്കെ, ദെൻ ഈ സർഫസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്ര തന്നെയാണ് അതിൻ്റെ സൈഡ് വ്യൂ. ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു സ്ലോട്ട് നമ്മളിവിടെ നോക്കുമ്പോൾ ഉണ്ടെന്ന് കാണിക്കാനായിട്ട് നമ്മളൊരു ഹിഡൻ ലൈൻ മാർക്ക് ചെയ്തു. ശേഷം എന്ത് ചെയ്യുക? ഡയമെൻഷൻസ് കൊടുക്കുക. അറ്റ് ലാസ്റ്റ് നമ്മൾ ഇതുപോലെ ഡയമെൻഷൻ കൊടുക്കുക. ഓക്കെ.